നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ ബോണിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ശുചിത്വ മിഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് എൻ്റെ ഫാക്കൽറ്റി റിസോഴ്സ് പേഴ്സണായ തൊടിയൂർ രാധാകൃഷ്ണൻ സാറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ ശുചിത്വ മിഷൻ നമുക്കറിയാം, ഒട്ടേറെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒത്തിരി പ്രോജക്റ്റുകളും കേരള ഗവൺമെൻറ് ഒത്തിരി പ്രോജക്റ്റുകളും അതിൻ്റെ മേൽനോട്ടങ്ങളും ഒക്കെ അടങ്ങിയതാണ് ശുചിത്വ മിഷൻ എന്ന് പറയുന്നത്. അപ്പം മാലിന്യമുക്ത കേരളം അല്ലേ, അതാണ് നമ്മുടെ ഒരു ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ നടപ്പാക്കാൻ വേണ്ടി ഒട്ടേറെ പദ്ധതികൾ രൂപീകരിക്കുക, അത് നടത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിന് പദ്ധതി വിഹിതങ്ങൾ അല്ലേ, അതിനുവേണ്ടി അതിൻ്റെ ഉള്ള ഫണ്ടുകൾ സ്വരൂപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മിഷനാണ് ശുചിത്വ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ ചോദിച്ചു പോവാം. ഓക്കെ സാർ, സ്വാഗതം. നമസ്കാരം. അപ്പോൾ നമുക്ക് ഈ ശുചിത്വ മിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഈ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ഒരു ആവറേജ് മലയാളിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിലൊക്കെ വലിയ ശുചിത്വമായിരിക്കും, നമ്മൾ പതുക്കെ നമ്മുടെ മാലിന്യമൊക്കെ ഒരു പാക്കറ്റിലാക്കി എവിടെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു പുരയിടം ഒഴിഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ അവിടെ ആരും ആൾപ്പാർപ്പില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പതുക്കെ ഇട്ടേച്ച് പോകുന്ന ഒരു ആവറേജ് മലയാളിയാണ് നമ്മളെല്ലാവരും പൊതുവെ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് എങ്ങനെ ഈ കരമാലിന്യവും ജൈവ മാലിന്യവും ഇങ്ങനെ വേർതിരിച്ച് അത് സംസ്കരിക്കാം, അതിനുള്ള ഒരു സാറിന്റെ എന്തോ പറയാനുള്ളത്? ഇല്ല, നമ്മളിപ്പോ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മാലിന്യമുക്തം നവകേരളം എന്ന ക്യാമ്പയിൻ ഇപ്പോ നമ്മുടെ കേരളത്തിൽ വളരെ സജീവമായി എല്ലായിടത്തും ചർച്ചയായിരിക്കുന്ന ഒരു അവസരത്തിലാണ്. അപ്പോഴാണ് വളരെ പ്രസക്തമാണ് മലയാളി ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 4-5 വർഷക്കാലത്തെ പ്രവർത്തനം വളരെ ശക്തമായി മലയാളിയുടെ മനോഭാവത്തിൽ, ജീവിതശൈലിയിൽ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് അതുമായി ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കുള്ള അഭിപ്രായം. പക്ഷെ എന്നാൽ ഇനി മാറേണ്ടതുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ വീട്ടിലെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ വീട് ഇപ്പോൾ കേരളത്തിൽ മലയാളിയെ സംബന്ധിച്ച് വളരെ ന്യൂക്ലിയസ് കുടുംബമായി, അണുകുടുംബമായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിലും അവന്റെ ജീവിതശൈലിയിൽ കഴിഞ്ഞ 10-20 വർഷക്കാലമായി ഉണ്ടായിട്ടുള്ള ഉപഭോഗങ്ങളുടെ ഭാഗമായി ഒരുപാട് മാലിന്യം വരുന്ന ഒരവസ്ഥയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദ്രവമാലിന്യമുണ്ട്, കരമാലിന്യമുണ്ട്. അതിലിപ്പോൾ കരമാലിന്യത്തെ തന്നെ നമ്മൾ നോക്കിയാൽ, നമ്മൾ എടുക്കുന്ന ഏത് സംഗതി, ഇപ്പൊ കരമാലിന്യം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് രണ്ടായി തിരിക്കാം. പ്രധാനമായി സാധാരണ ഇപ്പോൾ നമ്മൾ 3ആയിട്ടാണ് തിരിക്കുക. 1, അത് ജൈവ മാലിന്യമുണ്ട്. 2, അജൈവ മാലിന്യമുണ്ട്. 3, ഈ അജൈവ മാലിന്യത്തിൽ തന്നെ അപകടകരമായ മാലിന്യമുണ്ട്. അപ്പൊ അതിനെ ആ ഒരു ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ജൈവ മാലിന്യം നമ്മൾ നോക്കിയാൽ ഭക്ഷണ അവശിഷ്ടങ്ങളാണെങ്കിലും നമ്മുടെ കരിയിലയാണെങ്കിലും എല്ലാം കൂടി ചേർത്ത് അത് നമ്മൾ ഈ പറയുന്നത് പോലെ, നേരത്തെ മോണി സൂചിപ്പിച്ചതുപോലെ, തൂത്ത് അന്യന്റെ പുരയിടത്തിലേക്ക്, മുൻപിലത്തെ റോഡിലേക്ക്, മുൻപിലത്തെ കാനയിലേക്ക്, മുമ്പിലത്തെ ഓടയിലേക്ക് തള്ളിയിടുന്ന ഒരു സമീപനമാണ് പൊതുവെ കുറെ പേരെങ്കിലും സ്വീകരിച്ചു വന്നിരുന്നത്. പക്ഷെ അതിപ്പോ വലിയ ശക്തമായ ഇടപെടൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം കൃത്യമായി ഇടപെടുന്നതിന്റെ ഭാഗമായി കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് തന്നെ ജൈവ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കണമെന്നാണ്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം. ജൈവ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം. അതെങ്ങനെ സംസ്കരിക്കണമെന്നും കൃത്യമായി പറയുന്നുണ്ട്, നിയമത്തിൽ, ചട്ടങ്ങളിൽ പറയുന്നുണ്ട്. അത് ജൈവ വളമാക്കി മാറ്റണം, അല്ലെങ്കിൽ ബയോഗ്യാസായി മാറ്റണം എന്നുള്ളതാണ് ജൈവ മാലിന്യത്തെ സംബന്ധിച്ചുള്ള ഒരു വീട്ടിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും പൊതു ഇടങ്ങളിലാണെങ്കിലും ചെയ്യാൻ അനുവർത്തിക്കേണ്ടത് രാജ്യത്തെ നിയമം പറയുന്നത് അതാണ്. അപ്പൊ ഞാൻ അത് പറയുമ്പോൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്ന സങ്കല്പം നമുക്കുണ്ട്, അതിന് പദ്ധതികളുണ്ട്. പക്ഷെ എല്ലാവർക്കും ഭയമാണ്, ഇതിന് ഒത്തിരി പൈസയാവും, പിന്നെ അത് ചിലപ്പോൾ ഇനി അത് മേൽനോട്ടം വഹിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, ചിലപ്പോൾ അതെല്ലാം കിടന്ന് അഴുകി നാറും, അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ ആകുലതകൾ വെച്ച് പുലർത്തുന്നവരാണ്. സ്വാഭാവികമായിട്ടുണ്ട്. അതിന്റെ എന്താ കാര്യം എന്ന് വെച്ചാൽ, അത് ഞാൻ പറഞ്ഞ ശീലവൽക്കരണത്തിലൂടെ നമ്മൾ മാറേണ്ട കാര്യം തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു റൂമിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ബിന്ന് വെച്ചാൽ, ഒരു ഓഫീസിൽ ഒരു ബിന്ന് വെച്ചാൽ, ഒരു കടയുടെ മുൻവശത്ത് ഒരു ബിന്ന് വെച്ചാൽ, ആ ബിന്നുള്ള സ്ഥലത്തേക്ക് വേസ്റ്റ് ഇടേണ്ടതാണ്, അത് വലിച്ചെറിയേണ്ടതാണെന്നുള്ള കാഴ്ചപ്പാടോടെ വളരെ ദൂരെ നിന്നേ അതിലേക്ക് എറിയുന്ന ഒരു ശീലം കുറെ അധികം പേർക്കുണ്ട്. ഇപ്പൊ മാറി വരുന്നുണ്ടെങ്കിലും കുറെ അധികം പേർക്കുണ്ട്. അപ്പൊ എന്താ കാര്യം, അതേസമയം അതൊരു വൃത്തിയായി അതിനകത്തേക്ക് കൊണ്ടിട്ടാൽ, ചുറ്റുവട്ടത്ത് നല്ല ഭംഗിയായി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ഏറ്റവും പ്രധാന റൂമിൽ തന്നെ നമുക്ക് വെക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാനും ഇന്ത്യക്കാരും പറ്റുന്നതാണ്. പക്ഷെ ആ സമീപനം നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ എറിയാൻ പാടില്ല. ഇപ്പോ ബയോഗ്യാസ് ആണെങ്കിലും ഏതാണെങ്കിലും എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മൾ പരിപാലിക്കണം. അങ്ങനെ പരിപാലിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൃത്യമായി ഗ്യാസ് ഉണ്ടാവും, വരുമാനമാണ്. ഇപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ കരിയിലെയും ഭക്ഷണാവശിഷ്ടം എല്ലാം കൂടെ 2 കുഴിയെടുത്ത് ആ ഒരു കുഴിയിൽ നമ്മൾ കൃത്യമായി സയന്റിഫിക് മെത്തേഡ് അനുസരിച്ച് കമ്പോസ്റ്റ് പിറ്റ്, കമ്പോസ്റ്റ് സ്ട്രക്ചർ ഉണ്ട്, തുമ്പൂർ മുഴി മോഡലൊക്കെ ഉണ്ട്, ആ അർത്ഥത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ
അത് ഒന്ന് നിറഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തേത് നിറഞ്ഞു വരുമ്പോഴത്തേക്ക് ആദ്യത്തേത് വളമായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പൊ അവിടെ നടക്കുന്ന ഒരു വലിയ പ്രോസസ് ഉണ്ട്. സൂക്ഷ്മജീവികൾ അതിനെ ഭക്ഷിച്ച് അതിന്റെ വിസർജ്യമാകുമ്പോഴത്തേക്ക് ഇത് വളരെ വിലപിടിപ്പുള്ള ജൈവ വളമായി മാറുകയാണ്. മാലിന്യം മാണിക്യമാവുകയാണ്, വേസ്റ്റ് വെൽത്ത് ആവുകയാണ്. അപ്പൊ ഈ അർത്ഥത്തിലേക്ക് നമുക്ക് അതിനെ പോകാൻ പറ്റും. അതിപ്പോ അതിന് വിലയായി. നമ്മൾ അതേസമയം കരിയിലെയും ഇതെല്ലാം കൂടെ എടുത്തിട്ട് കൂട്ടിയിട്ട് കത്തിച്ച് അതിനകത്ത് എല്ലാ പ്ലാസ്റ്റിക്കും തെർമോക്കോളും സകലതും ചെരുപ്പും എല്ലാം കൂടി വന്ന് കത്തിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ആ വായു മലിനീകരണത്തിന്റെ ഭാഗമായി വലിയ പ്രശ്നമാണ്. കത്തിക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാരകമായ അസുഖങ്ങളിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ വ്യാപകമായ ചർച്ചയുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് നമ്മൾ നടന്ന് കയറുന്നുണ്ട്, ഓടിക്കയറുന്നുണ്ട്. പക്ഷെ ഇത് ഇല്ലാതാക്കാനുള്ള ഒരു പരിശ്രമത്തെ പറ്റി നമ്മൾ ആരും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മാറ്റം നമുക്ക് ഇതിനകത്ത് വരാൻ പറ്റുന്നത്. പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ വീട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികൾ, സഹായങ്ങൾ വീട്ടിൽ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ കോർപ്പറേഷൻ ആണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലും ഇപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബയോ ബിന്നുകളുണ്ട്. അപ്പൊ അതായത് ഒരുപാട് സ്ഥലമില്ലാത്തവരാണെങ്കിൽ 5 സെന്റ് താഴെ വസ്തുവുള്ളവരാണെങ്കിൽ അവിടെ കരിയിൽ വരാറില്ല. അപ്പൊ അവിടെ ആകെ വരുന്നത് ഭക്ഷണാവശിഷ്ടവും മറ്റു കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് 3 തട്ടുള്ള ബിന്ന് വെച്ചിട്ട് ബയോ കമ്പോസ്റ്റർ ബിൻ എന്ന തരത്തിലേക്ക് നമ്മൾ പറയാം, ബയോഡൈജസ്റ്റർ ബിൻ എന്നുള്ള തരത്തിൽ പറഞ്ഞ് അതിനകത്തേക്ക് ഭക്ഷണാവശിഷ്ടം അതിനൊരു മീഡിയം ഇനോക്കുലം കൂടി നമ്മൾ മിക്സ് ചെയ്ത് അത് വെക്കുമ്പോൾ സ്വാഭാവികമായും ഇത് ആദ്യത്തെ ഒരു തട്ട് നിറയുന്നു, അത് മാറ്റിവെച്ച് അതിന് രണ്ടാമത്തേത് നിറയുന്നു, മൂന്നാമത്തേത് നിറയുന്നു. അപ്പൊ മൂന്നാമത്തേത് നിറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഫില്ലായത് എടുക്കുമ്പോൾ അത് ഓൾറെഡി അത് ഓർഗാനിക് മാനുവറായി ജൈവവളമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിന്റെ ഒരു ചെലവ് ഇപ്പോ അതിന് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഏതാണ്ട് ഒരു 1800 രൂപ മുതൽ മുകളിലോട്ട് വാങ്ങാൻ പറ്റുന്ന ബിന്നുണ്ട്. അത് പഞ്ചായത്തുകൾ അത് സെർവ് ചെയ്യുമ്പോൾ ശുചിത്വ മിഷൻ അടക്കമുള്ളവരുടെ സഹായത്തോടു കൂടി സെൻട്രൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് അടക്കമുള്ളതുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 90% സബ്സിഡി കൊടുക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് 24-25 കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് അത്തരം പദ്ധതി നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ നമുക്കിപ്പോ 1800 രൂപയുടെ ആണെങ്കിൽ 180 രൂപ നമ്മൾ അടച്ചാൽ മതി, ബാക്കി അടച്ച അങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്ക് അത്തരം സബ്സിഡി തന്നെ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിന്റെ കാര്യത്തിലും ഉണ്ടായിരുന്നു. 1 MQ 2 MQ അത്തരം കാര്യങ്ങളിലുണ്ട്. അതാത് നഗരസഭകളും കോർപ്പറേഷനുകളിലും പദ്ധതി വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെയും നമ്മുടെ സ്വച്ഛ് ഭാരത് മിഷന്റെയും ശുചിത്വ മിഷന്റെ ശുചിത്വ കേരളം പദ്ധതി എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സംവിധാനം നിലവിലുണ്ട്. കോസ്റ്റ് എത്രയായിരിക്കും ഇങ്ങനെയുള്ള ഒരു കോസ്റ്റ്? ഇപ്പൊ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിന് നമുക്ക് 12,000 രൂപ മുതൽ മുകളിലോട്ടുണ്ട്. അതിന്റെ MQ അനുസരിച്ചാണ്. അതിന്റെ സാഹചര്യത്തിൽ അത് പദ്ധതി പഞ്ചായത്തിൽ വെക്കുന്ന പോലെയാണ്. ഇപ്പൊ നമുക്ക് ഈ മറ്റേ ബയോ ബിന്നുകൾ പറയുന്നത് അതേപോലെയാണ്. നമുക്ക് 2,500-3,000 രൂപ വരെ ഉള്ളതുണ്ട്, 1,500 രൂപ മുതൽ. അപ്പൊ അതില് നമുക്ക് എപ്പോഴും ഏതാണോ ആ പദ്ധതി ആ നഗരസഭ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത് അതിനനുസരിച്ചാണ് അതിന്റെ വിഹിതം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാവുക. അതുപോലെ തന്നെ പുറത്ത് നമുക്ക് മറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചും ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഏജൻസികൾ CSR ഫണ്ട് അടക്കമുള്ളത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാവും. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് നമുക്ക് ഈ കമ്പനികളിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് അല്ല, അതെല്ലാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മുൻകൈ എടുക്കേണ്ടത്. അപ്പൊ അതെന്തൊക്കെ ചെയ്യണം? ശുചിത്വ മിഷൻ എന്ന് പറയുന്നത് ഈ ഓരോ മാലിന്യവും എങ്ങനെയാണ് ശാസ്ത്രീയമായി പരിപാലിക്കേണ്ടത്, അപകടമില്ലാതെ മാനവരാശിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ എങ്ങനെയാണെന്നുള്ളതിന്റെ ആ ശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡ് കൃത്യമായി പറയുകയും അവരെ എംപാനൽ ചെയ്യുകയും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് വെക്കേണ്ടത്, എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ. ഒരു വേസ്റ്റ് കണ്ടാൽ അങ്ങ് കുഴിച്ചു മൂടിയാൽ പ്രശ്നം തീർന്നു എന്നുള്ളതല്ല. അതിനെ നമ്മൾ ശാസ്ത്രീയമായി പരിപാലിച്ച് എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് കൃത്യമായ ദിശാബോധം നൽകുന്നതാണ് രാജ്യത്ത് സ്വച്ഛ് ഭാരത് മിഷൻ. കേരളത്തിൽ സ്വച്ഛ് ഭാരത് മിഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് കേരളത്തിൽ നമ്മൾ ശുചിത്വ മിഷൻ തുടങ്ങിയതാണ്. ആ ശുചിത്വ മിഷൻ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നമ്മൾ പോകുന്നുണ്ട്. കേരളത്തെ മാറ്റിമറിക്കുന്നതിന്, കേരളത്തിന്റെ ഇന്നത്തെ ഒരു സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു മുൻകൈ പ്രവർത്തനത്തിന്റെ ഫലമായി കൂടിയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഹരിതകർമ്മസേന വരെ. പിന്നെ വരുന്ന ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപകടകരമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തുന്നതാണ് ഒന്ന് ഈ പ്ലാസ്റ്റിക് അടക്കം വരുന്ന അജൈവ മാലിന്യങ്ങൾ. അത് പ്ലാസ്റ്റിക് ഉണ്ട്, പഴയ തുണികളുണ്ട്, ചെരുപ്പ്, ബാഗ്, അങ്ങനെ മരുന്ന് സ്ട്രിപ്പ്, എല്ലാവരും മരുന്ന് കഴിക്കുന്നവരാണ്. അപ്പോൾ ആ മരുന്ന് സ്ട്രിപ്പ് അങ്ങനെ 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 ഒരുപാട് പേപ്പർ അടക്കം ഒരുപാട് വേസ്റ്റുകൾ അങ്ങനെ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്ക് പാഴ്വസ്തുക്കളായിട്ടാണ് നമ്മൾ ശുചിത്വ മിഷൻ കാണുന്നത്. ഇതിനെ നമുക്കൊരു മാലിന്യമായി വേസ്റ്റ് ആയിട്ടല്ല നമ്മൾ കാണുന്നത്. ഈ പാഴ്വസ്തുക്കളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സമ്പത്താണ്. പക്ഷെ അവര് ഈ പലപ്പോഴും ഉള്ള പരാതി എന്ന് പറഞ്ഞാൽ ഇത് കളക്ട് ചെയ്യുന്നില്ല, ചെരുപ്പ് കളക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ അജൈവ വസ്തുക്കൾ, ഇലക്ട്രോണിക്സ് ഇത് കളക്ട് ചെയ്യാനായിട്ട് ദിവസമൊക്കെ പറയും. പക്ഷെ അത് നടക്കുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കണമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ചില ഒരു പ്രശ്നങ്ങൾ ഇല്ല. അത് നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ. ഇപ്പൊ നമ്മളിത് തുടങ്ങുമ്പോൾ 2017 ശേഷമാണ് ഇത് തുടങ്ങുന്നത്. 2016 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്, കരമാലിന്യ പരിപാലന ചട്ടം രാജ്യത്ത് നടപ്പിൽ വരുന്നത്. അതിനെ തുടർന്നാണ് വന്നത് നമുക്ക് ജൈവ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുന്നത് പോലെ അജൈവ മാലിന്യം
തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വമാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന, നമ്മുടെ സ്ഥാപനത്തിലുണ്ടാകുന്നത് നമുക്ക് തന്നെ അങ്ങ് കത്തിക്കാം അല്ലെങ്കിൽ കുഴിച്ചിടാം എന്ന് പറയുന്നത് പാടില്ല. അതിനെ സമഗ്രമായി എത്ര വന്നാലും, ഒരു തുണ്ട് പേപ്പർ വന്നാലും, ഒരു തുണ്ട് തുണി വന്നാലും, ഒരു തുണ്ട് പ്ലാസ്റ്റിക് വന്നാലും, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വന്നാലും, ഇതെല്ലാം നമ്മൾ തരംതിരിച്ച് യൂസർ ഫീ നൽകി, നമ്മൾ ഇത് ഉപയോഗിച്ചതുകൊണ്ട് അത് യൂസർ ഫീ നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കൈമാറണമെന്നുള്ളതാണ് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം. ആ ചട്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ കേരളത്തെ എങ്ങനെയാണ് മാലിന്യമുക്ത നവകേരളത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന പശ്ചാത്തലത്തിൽ ആലോചിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഹരിതകർമ്മസേന എന്ന പുതിയ സംവിധാനം നമുക്ക് രാജ്യത്തിന് തന്നെ മാതൃകയായി തുടങ്ങിയത്. അപ്പോൾ ഈ അത് പറയുമ്പോൾ തന്നെ ഈ ഇലക്ട്രോണിക് ഗുഡ്സ് ഇപ്പോൾ കൂടി വരികയാണ്. കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള നമ്മുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ചാർജർ ഉൾപ്പെടെ ഇതിനകത്തെല്ലാം വളരെ മാരകമായ രാസവസ്തുക്കളുണ്ട്. മെർക്കുറി ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ CLF ലാമ്പ്, അല്ലെ LED ലാമ്പ്, അതൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതും ഈ കളക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? അതില് നമുക്കിപ്പോ ഈ നിശ്ചയിച്ച് നമ്മൾ ഹരിതകർമ്മസേനയുടെ ഭാഗമായി അജൈവ പാഴ്വസ്തു ശേഖരണ കലണ്ടർ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അത് വിതരണം ചെയ്തിട്ടുണ്ട്, എല്ലാ വീട്ടിലും. അപ്പൊ എല്ലാ മാസത്തിൽ ഒരിക്കലാണ് ഹരിതകർമ്മസേന വീട്ടിൽ ചെന്ന് വാതിൽപ്പടി സേവനം നൽകേണ്ടത്. ആ വാതിൽപ്പടി സേവനം നൽകുമ്പോൾ എല്ലാ മാസവും പേപ്പറും കാർഡ്ബോർഡും പ്ലാസ്റ്റിക് കവറും പ്ലാസ്റ്റിക് ബോട്ടിലും നമ്മൾ എടുക്കും. അതേസമയം ഇടവിട്ട മാസങ്ങളിൽ കൃത്യമായി കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ആ കലണ്ടർ പ്രകാരം തുണിമാലിന്യം എടുക്കും, വർഷത്തിൽ 2 തവണ. വേസ്റ്റ് എടുക്കും. അപകടകരമായ പിക്ചർ ട്യൂബ് പോലെയുള്ള അപകടകരമായ മാലിന്യം എടുക്കാൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും നിശ്ചയിച്ച് മരുന്ന് സ്ട്രിപ്പുകൾ എടുക്കാൻ, അങ്ങനെ ഓരോ ചില്ല് മാലിന്യം എടുക്കാൻ, ചെരുപ്പ് ബാഗ് എടുക്കാൻ, തെർമോകോൾ എടുക്കാൻ, ഇതെല്ലാം ഈ 12 മാസത്തിൽ റൊട്ടേറ്റ് ചെയ്ത് ഇത് തീരുമാനിച്ചിട്ടുണ്ട്. അത് എടുക്കാനുള്ള സംവിധാനം അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടക്കുന്നുണ്ട്. അത് എത്തിച്ചേരാനുള്ള സൗകര്യമില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് കളക്ഷൻ പോയിന്റിലേക്കാണ് എത്തിക്കുന്നത്. അതൊരു പക്ഷെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്ന അവരുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായി വരുന്നത്. ഞാൻ അതാണ് ആ ഒരു കാര്യത്തിലാണ് എനിക്കൊരു സംശയമുള്ളത്. എന്തുകൊണ്ട് ഇത് വീട്ടിൽ നിന്ന് ഡയറക്റ്റ്, പലപ്പോഴും ഇത് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിക്കാൻ പറയുമ്പോഴാണ് ഈ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായി മാറുന്നത്. എന്തുകൊണ്ട് അങ്ങനെ അത് വീട്ടിൽ നിന്ന് തന്നെ, ഉറവിടത്തിൽ നിന്ന് തന്നെ ശേഖരിക്കാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാകും? ഉറവിടത്തിൽ നിന്ന് തന്നെ ശേഖരിക്കാൻ ഇന്നത്തെ നമ്മുടെ ഹരിതകർമ്മസേന സംവിധാനം ഉപയോഗിച്ചിട്ട് അവർക്ക് ട്രോളി ഉണ്ട്, അവർ ബാഗ് ഉപയോഗിച്ച് ഇത് വാങ്ങിയെടുക്കുകയാണ്. ഇപ്പൊ കുപ്പിച്ചിലാണ് എടുക്കുന്നതെങ്കിൽ വളരെ കൂടുതൽ വരികയാണെങ്കിൽ ഇന്നത്തെ സംവിധാനം അത് പോരാതെ വരും. അതുപോലെ തന്നെ അപ്പൊ അതൊരു അപകടകരമായ കാര്യം കൂടിയാണല്ലോ ഇത് എടുക്കുന്നതും. അപ്പൊ അതുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് തന്നെയാണ് ശുചിത്വ മിഷൻ അടക്കം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യുന്നുള്ള സംവിധാനം വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്, ചിലയിടത്ത് വാഹനങ്ങളിൽ വന്ന് തന്നെ വാങ്ങുന്നുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ ചില കളക്ഷൻ പോയിന്റുകളുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ചില നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ തന്നെ പ്രത്യേക ബൂത്തുകൾ വെച്ചിട്ട് അവർ കളക്ട് ചെയ്തിട്ട് അങ്ങനെ അപ്പാർട്ട്മെന്റ്സിൽ നിന്നൊക്കെ അങ്ങനെ കളക്ട് ചെയ്യുന്ന സംവിധാനങ്ങളിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ 17-18 വന്ന ഹരിതകർമ്മസേന ആദ്യം കണ്ടിടത്തല്ലല്ലോ ഇപ്പൊ ഒരുപാട് മാറി. നമ്മളെല്ലാം വീടുമായി സഹകരിച്ച് ഈ മാലിന്യത്തിന്റെ തോത് തന്നെ, ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന വേസ്റ്റിന്റെ കണക്ക് തന്നെ ടൺ കണക്കിനായി. നമ്മൾ ഇതെല്ലാം നമ്മുടെ കായലിലും കടലിലും എത്തിച്ചേരുന്ന സംഗതിയാണ്. അല്ലെങ്കിൽ കത്തിച്ച് മാരകമായ വായു മലിനീകരണത്തിന് ഇടയാക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് അതെല്ലാം മാറി ഇന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിൽ അതിനൊരു കണക്കായി വരാനും, റീസൈക്ലിനാണെങ്കിലും റീയൂസിനാണെങ്കിലും അതല്ലെങ്കിൽ അത് കൈയൊഴിയുന്നതിനാണെങ്കിലും ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സെപ്റ്റിക് മാലിന്യം അതൊരു വലിയ പ്രശ്നമാണ്. നമ്മളിപ്പം പഴയ രീതിയിൽ അനുസരിച്ചുള്ള ഇങ്ങനെ കുഴിയിൽ ഒരു കോൺക്രീറ്റ് ഇതിനകത്ത് നിക്ഷേപിക്കുന്ന അത് പലപ്പോഴും വിദേശങ്ങളിൽ അതൊരു വളമാക്കി മാറ്റുകയും ആ വെള്ളം ബാത്റൂമിലുള്ള റീയൂസ് ചെയ്യാനും, അല്ലെ അത് എനിക്കൊന്ന് ഗാർഡനിങ്ങിന് ഉപയോഗിക്കാനും ഒക്കെ അവിടെയൊക്കെ അല്ലെ അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇവിടെ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ആസൂത്രണം നടക്കുന്നില്ല നമ്മുടെ ഭാഗത്ത്? നമ്മൾ ഇതെല്ലാം ഇങ്ങനെ നിക്ഷേപിച്ച് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് സ്കാവഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഭാഗത്ത് ഉപയോഗിച്ച്, ആ വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്ക് അറിയില്ല, അത് തെറ്റായ വാക്കാണത്. അപ്പൊ അങ്ങനെയുള്ളവരെ ഏർപ്പാടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുമല്ലോ. അങ്ങനെയുള്ള ആ ഒരു ഇങ്ങനെയുള്ള ഒരു ജോലിയെന്ന് നമുക്ക് ഒഴിവാക്കാം. ഇത് നല്ലൊരു രീതിയിൽ പറഞ്ഞത് മാനുവൽ സ്കാവഞ്ചേഴ്സിനെ അടക്കം നിരോധിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തെ നിരോധിച്ചു. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഈ മാലിന്യത്തെ തൊടുന്നതിൽ നിന്ന് മാറ്റുന്ന നിയമമാണ് 2013 തന്നെ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിട്ടുണ്ട്. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നഗരപ്രദേശങ്ങളിലടക്കം ഇപ്പൊ നമ്മളൊരു കാന വൃത്തിയാക്കാനാണെങ്കിലും ഇപ്പൊ ഇവിടെ നൗഷാദിന്റെ ഒക്കെ മരണത്തിന്റെ കാര്യം അറിയാമല്ലോ, വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോ അപ്പൊ മാൻഹോളുകൾ, അപ്പൊ അതെല്ലാം ക്ലീൻ ആക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയമവും അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും എല്ലാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ
സംസ്ഥാന വിശിഷ്യ നഗരസഭകൾക്ക് നമ്മുടെ ഒരു അർബൻ SBM അർബൻ എന്നുള്ള നിലയിലേക്ക് പ്രത്യേകമായ പദ്ധതികൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വെച്ച് ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ. പക്ഷെ ഇവിടെ നമ്മൾ വീട്ടിലടക്കം ആലോചിക്കുന്ന ഒരു കാര്യം, നേരത്തെ ഞാൻ ജൈവവും അജൈവവും പറഞ്ഞതുപോലെ കരമാലിന്യത്തെ പറ്റി പറഞ്ഞതുപോലെ ഞാൻ അന്നേരം പറഞ്ഞിരുന്നു ദ്രവമാലിന്യത്തെ സംബന്ധിച്ച്. ആ ദ്രവമാലിന്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പോൾ ബോണി സൂചിപ്പിച്ചത്. അതിലൊന്ന് 2 തരത്തിലാണ് ദ്രവമാലിന്യമുള്ളത്. ജൈവവും അജൈവവും അപകടകരമായതും നമ്മൾ കരത്തിൽ പറയുന്നത് പോലെ ഇവിടെ നമ്മൾ പറയുക എന്ന് പറയുന്നത് ഗ്രേ വാട്ടറും ബ്ലാക്ക് വാട്ടറും എന്നുള്ള നിലയിലാണ്. ചാര നിറമുള്ള വെള്ളവും കറുത്ത നിറമുള്ള വെള്ളവും. കറുത്ത നിറമുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ അത് ക്ലോസറ്റിനകത്തേക്ക് നാം ഒഴിക്കുന്ന വെള്ളം, മനുഷ്യ വിസർജ്യവുമായി നേരിട്ട് കലരുന്ന ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ള അത്തരം കാര്യത്തെ, ആ വെള്ളത്തെയാണ് നമ്മൾ കറുത്ത വെള്ളം എന്ന് പറയുക. നമ്മളിപ്പോൾ ക്ലോസറ്റ് നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്തേക്ക് നോക്കിയാൽ അതിനകത്തൊരു കറുത്ത ഭൂപടം സൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഈക്കോളി സാന്നിധ്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ വെള്ളത്തെ നമ്മൾ കറുത്ത വെള്ളം, ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ശുചിത്വ മിഷന്റെ ഒക്കെ തുടക്കം തന്നെ ടോട്ടൽ സാനിറ്റേഷൻ ക്യാമ്പയിൻ എന്ന് വന്നത് ODF ആണ്. മലമൂത്ര വിസർജനം പരസ്യമായി നടത്താത്ത ഒരു സ്ഥലം, എല്ലാ വീട്ടിലും ശൗചാലയം ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങളിലും പൊതുവിടങ്ങളിലും എല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു ക്യാമ്പയിനാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. ആ ടോട്ടൽ ODF സ്റ്റാറ്റസ് ഉണ്ട്, എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, വെളിയിട വിസർജന വിമുക്ത ഗ്രാമം എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ സ്റ്റാറ്റസ് എല്ലായിടവും നമ്മൾ അച്ചീവ് ചെയ്ത, കേരളം വളരെ മുൻപേ തന്നെ രാജ്യത്ത് തന്നെ അത് നേടിയെടുത്ത ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയെല്ലാം നമ്മളിപ്പോൾ കേരളത്തിലെ നമ്മുടെ ഒരു സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷ സ്ഥലത്തും സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ ഇരട്ടക്കുഴി കക്കൂസ് ഉണ്ട്. ഒറ്റക്കുഴി കക്കൂസ് അല്ല വേണ്ടത്, ടിൻപിറ്റ് ആണ്. നമുക്ക് ടിൻപിറ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവണം. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതെ സംബന്ധിച്ചാണ്. അതിന് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഇത് നമ്മൾ ഡീസ്ലഡ്ജ് ചെയ്യണം സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ. ഇപ്പൊ നമ്മൾ പറയും 20 വർഷം 30 വർഷം, അങ്ങനെ ഇല്ല. നമ്മളൊരു 2 വർഷം 3 വർഷം കൂടുമ്പോൾ ഇത് ഓൾറെഡി ഇത് വൃത്തിയാക്കേണ്ടതാണ്. അത് ഡീസ്ലഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ്രവമാലിന്യത്തെ രാജ്യത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഇന്നിവിടെ ശീലിക്കുന്ന ശീലങ്ങൾ പറ്റില്ല. ഔദ്യോഗിക FSTPകളുണ്ട്, ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ. ഇപ്പൊ നമ്മുടെ അടുത്ത് തിരുവനന്തപുരത്ത് മുട്ടത്തറയിലാണുള്ളത്. അത്തരം സ്ഥാപനങ്ങളിൽ ഇത് കൊണ്ടുപോയി ഇതിനെ സ്ലറിയാക്കി, ഇതിനെ നല്ല വെള്ളമാക്കി അത് കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന വിധത്തിലേക്ക് ഇതിനെ മാറ്റി തീർക്കുന്ന സംവിധാനം കേരളത്തിലുണ്ട്. നമ്മുടെ സുൽത്താൻ ബത്തേരിയിലുണ്ട്, ബ്രഹ്മപുരത്തുണ്ട്, നമുക്ക് അതുപോലെ തന്നെ മുട്ടത്തറയിലുണ്ട്. അങ്ങനെ പ്ലാന്റുകളുണ്ട്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇത് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ നാട്ടിലും നമ്മുടെ ജില്ലയിലും ഇത് വരണം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യും? ഇപ്പൊ അല്ലെങ്കിൽ ഇതെടുത്താൽ ഏതെങ്കിലും ഒരു ഏജൻസി വന്ന് നമ്മളൊരു സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് എന്ന് പറയുന്ന ഫോൺ നമ്പർ കാണുമ്പോൾ നമ്മൾ വിളിച്ചെടുത്ത് ഇത് എവിടെയാ പോവുക? ഒന്നീ ദേശീയപാതയിലോ അല്ലെങ്കിൽ നമ്മുടെ ഓടയിലോ അല്ലെങ്കിൽ നമ്മുടെ വയലിലോ കൊണ്ടുവന്ന് തള്ളി മാരകമായി എല്ലായിടത്തും തള്ളി മാരകമായ ആരോഗ്യ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ഈ കോളിയുടെ കണ്ടന്റാണ് ഇത്. നമ്മൾ എന്താണെന്ന് അറിയില്ല. നമ്മളിതെല്ലാം വൃത്തിയായിട്ട് ഒരിടത്ത് സൂക്ഷിക്കുന്നു, മഴ പെയ്യുന്നു അല്ലെങ്കിൽ ഇത്തരം കാര്യം വരുമ്പോൾ ഇത് ഒലിച്ചിറങ്ങി നമ്മുടെ കിണറ്റിൽ കണ്ണുനീര് പോലത്തെ വെള്ളമാണെന്ന് പറഞ്ഞ് കുടിക്കുന്ന വെള്ളത്തിലേക്ക് അറിയാതെ ഇതും വന്ന് ഈ കോളി അടക്കം വന്ന് ചേർന്ന് നമ്മുടെ ആരോഗ്യത്തെ തന്നെ പ്രശ്നമാക്കുന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കടല്, കായല്, ജലസ്രോതസ്സുകളോട് അടുത്തുള്ള ഇടത്താണെങ്കിൽ ഈ സെപ്റ്റിക് ടാങ്ക്, കാരണം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ സോപ്പിറ്റിനകത്ത് നിന്ന് വരുന്ന വെള്ളത്തിൽ വീണ്ടും ചിലപ്പോൾ ഈ കോളിയുടെ അംശം കണ്ടേക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ശുചിത്വ മിഷൻ അടക്കം നമ്മൾ ജനങ്ങളോട് പറയുന്നത്, നമ്മൾ ബയോഡൈജസ്റ്റർ പോട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ഇത് നമ്മൾ ഡീസ്ലഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. പുറത്തേക്ക് വരുന്നത് ഈ കോളിയെ ഇല്ലാതാക്കുന്ന നമ്മൾ DRDO, നമ്മുടെ പ്രതിരോധ വകുപ്പിന്റെയും ഭാരത് ആറ്റമിക് റിസർച്ച് സെന്ററും വികസിപ്പിച്ചെടുത്ത ചില ബാക്ടീരിയകളുണ്ട്, ചില സൂക്ഷ്മജീവികളുണ്ട്. അവരെ നമ്മൾ ഇൻജെക്ട് ചെയ്ത് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്കോപോട്ട് നമുക്ക് 80 വർഷമായാലും 100 വർഷമായാലും നമുക്കത് ഓപ്പൺ ചെയ്യുകയോ ഡീസ്ലഡ്ജ് ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെ നല്ല വെള്ളമായി തന്നെ അവസാനം എല്ലാ ഈ പറയുന്ന നമ്മൾ കാണുന്ന ഈ കോളി മാലിന്യത്തെ എല്ലാം കൃത്യമായി അത് സംസ്കരിച്ചിട്ട് നല്ല വെള്ളമായി പുറത്തേക്ക് വിടുന്ന തരത്തിലേക്കുള്ള സംവിധാനം ഇന്ന് നമ്മുടെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ തീരപ്രദേശങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് അതിന് പദ്ധതി, ശുചിത്വ മിഷൻ തന്നെ എംപാനൽഡ് ഏജൻസികളെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പദ്ധതികളുണ്ട്. അപ്പൊ അത് നമുക്ക് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് മാറാവുന്നതാണ്. അതിന് ഗവൺമെന്റ് 50,000 രൂപ വരെ നമുക്ക് അത്തരം നമ്മുടെ ടാങ്കുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സഹായം ചെയ്യാൻ കഴിയുന്ന പദ്ധതി നമ്മുടെ കയ്യിലുണ്ട്. സീറോ വേസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രചരണം നമ്മൾ ശുചിത്വ മിഷൻ മുൻകൈ. ഉദാഹരണത്തിന് ഇപ്പോൾ സാനിറ്ററി നാപ്കിൻ അടക്കമുള്ളവയുടെ വലിയ പ്രശ്നമാണല്ലോ, നമുക്കറിയാമല്ലോ. നമ്മുടെ പാലിയേറ്റീവ് രോഗികൾക്ക് വരുന്ന ഡയപ്പറുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് വരുന്ന ഡയപ്പറുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഞാനീ പറഞ്ഞ സാനിറ്ററി നാപ്കിനുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ നമ്മളിപ്പോൾ സീറോ വേസ്റ്റ് കൺസെപ്റ്റ് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ മെൻസ്ട്രൽ കപ്പിനെ വലിയ രൂപത്തിൽ നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് എക്കോ ഫ്രണ്ട്ലി ആണ്, മറ്റൊന്ന് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്.
കൂടുതൽ ഹൈജീനായി നമുക്ക് നിലനിൽക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള സംവിധാനത്തെ സംബന്ധിച്ച് വ്യാപകമായി അതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് പേർക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം നാട് നമ്മൾ ഒട്ടേറെ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് എന്നാൽ മൊത്തമായോ എന്ന് ചോദിച്ചാലായിട്ടില്ല. അത് ജനങ്ങൾ തന്നെ മുൻകൈ എടുത്ത് നേരിട്ട് അത് ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തനമായി വരികയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വാർഡ് സഭകളിലും ഗ്രാമസഭകളിലും എല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ ശുചിത്വം നമ്മുടെ കൂടി അവകാശമാണ്, എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പോലെ മാനേജും ഇതിന്റെ ഒരു പരിപാലനം, ശുചിത്വ മാലിന്യ പരിപാലനവും നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന നിലയിലേക്ക് പൊതു സംഘടനകളും ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളും ഒരു രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ ഓടിയെത്തുന്നതിനേക്കാൾ അപകടമായി അതിനേക്കാൾ ഏറ്റവും നല്ലതായി നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു വലിയ കൂട്ടായ്മ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ ഇത്തരം ഏജൻസികളും കൂട്ടായ സംഘടനകളും എല്ലാം കൂടി വരുമ്പോൾ ഒരു ബോധവൽക്കരണ പ്രവർത്തനം നമ്മളല്ല നമ്മുടെ ബന്ധുക്കൾ, ഇപ്പൊ എനിക്കറിയാവുന്നത് മറ്റുള്ളവരോട്, എന്റെ ബന്ധുക്കളോട്, എന്നോട് സഹകരിക്കുന്നവരോട് ഷെയർ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് വന്നാൽ നമുക്കൊരു വലിയ മാറ്റം. ഈ കായലും നമ്മുടെ ജലാശയങ്ങൾ, പുഴയായാലും കായലായാലും ഈ പറഞ്ഞ കണക്ക് കുളങ്ങളായാലും എല്ലാം ഇത് കണക്ക് മാലിന്യം കൊണ്ട് നിറയാണ്. എല്ലാവരും ഇത് കണക്ക് കൊണ്ട് എറിയാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറിയാണ്. ഡസ്റ്റ്ബിൻ പോലെ ഡംപ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് മാറിയാണ്. അപ്പോൾ കായലുകൾ പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്നു. അത് വലിയൊരു വല്ലാതെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. അതിനൊക്കെ തന്നെ ഈ കുളങ്ങളും എല്ലാം. അപ്പൊ ഇതൊക്കെ ഇതിനെന്താണ് നമ്മൾ ശുചിത്വ മിഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ശീലവൽക്കരണം, ബോധവൽക്കരണം. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. കാരണം നമ്മളിപ്പോ ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് തൂത്ത് പുറത്തേക്ക് എറിയുന്നു പറയുന്ന പോലെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഓടയിലേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ അത് തൊട്ട് കൈവഴി വന്നു, തോട്ടിൽ വന്നു, കായലിൽ വന്നു, കടലിലേക്ക് എത്തുകയാണ്, അത് സൈഡിലേക്ക് വരികയാണ്. അതുവഴി ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം നമ്മളിപ്പോ ഐക്യരാഷ്ട്രസഭയുടെ എല്ലാം കൂടെ സൈറ്റ് നോക്കി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ജീവജാലങ്ങൾ ഇല്ലാതാവുന്ന സാഹചര്യത്തിലേക്ക് ഈ അമിതമായ ഈ നമ്മൾ ശ്രദ്ധിക്കാതെ വലിച്ചെറിയുന്നത് വഴി, അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശീലമാണ് നമ്മൾ പറയുന്ന ശുചിത്വ മിഷൻ ഹൈലൈറ്റ് ചെയ്യുന്ന മുദ്രാവാക്യം തന്നെ വലിച്ചെറിയരുത്, കത്തിക്കരുത്, ഒഴുക്കരുത് എന്നതാണ്. വലിച്ചെറിയരുത്, കത്തിക്കരുത്, ഒഴുക്കരുത് എന്നതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഈ സംഗതികളെല്ലാം വന്നു ചേരുമ്പോൾ അതിന് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമുണ്ട്. ഓക്കി വന്നപ്പോൾ നമ്മൾ കണ്ടു, പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് ജലാശയത്തെ നമുക്ക് നവീകരിക്കുന്നതിന് ഇത് അടഞ്ഞു പോയതെല്ലാം നമുക്ക് പുനരുജ്ജീവിപ്പിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനാവശ്യ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ മാലിന്യം കൊണ്ടിടുന്ന സ്ഥലത്ത് CCTV പോലെയുള്ളത് വെച്ചുകൊണ്ട് ഇപ്പൊ നഗര സഞ്ചയ പദ്ധതി അടക്കമുള്ള പദ്ധതികൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ CCTV വെച്ച് നമുക്കിത് കണ്ടെത്താൻ വേണ്ടി കഴിയും. കണ്ടെത്തിയാൽ നമുക്ക് ആളിന് ഫൈൻ ഇമ്പോസ് ചെയ്യാൻ പറ്റും. പിഴ ഈടാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ അധികാരമുണ്ട്. അതിന്റെ സെക്രട്ടറിമാർക്ക് എല്ലാ അധികാരവും നമ്മുടെ നിയമത്തിൽ ഈ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഫൈൻ അടയ്ക്കാനുള്ള 5000 രൂപ മുതൽ നമുക്ക് ഫൈൻ, സ്പോട്ട് ഫൈൻ 5000 രൂപ മുതൽ തന്നെ ഈടാക്കാനുള്ള പ്രവർത്തനങ്ങളുണ്ട്. 2 വർഷം വരെ തടവ് വരെ ലഭ്യമാക്കാവുന്ന വിവിധ സെക്ഷനുകളുണ്ട്. നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ടിലും നഗരപാലിക നിയമത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ജലാശയത്തിലേക്ക് മാലിന്യം കൊണ്ട് തള്ളുന്നത് ഇന്നാരാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ നിന്നാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞാൽ അതിനെതിരെ നമുക്ക് നടപടി സ്വീകരിക്കുന്നതിന് എല്ലാവിധ കാര്യങ്ങളും ഉണ്ട്. ഇത്തരം വിവരങ്ങൾ തെളിവ് സഹിതം കൊടുക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഇനാമ് കൊടുക്കാൻ, പാരിതോഷികം കൊടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 2500 രൂപ വരെ ഒരാൾക്ക് ഒരു കേസിന് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനവും ഉണ്ട്. രേഖകൾ കൊടുക്കണം. ഫോട്ടോ എടുത്തിട്ടാ പോരാ, ആരാണ് നിക്ഷേപിക്കുന്നത്, ആരാണ് അവിടെ അത് കൊണ്ടിടുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്കതും ഈടാക്കാൻ കഴിയുന്ന, അവർക്കൊരു പാരിതോഷികം കൂടി കൊടുക്കുന്ന സംവിധാനം നമുക്ക് ഇന്ന് നിലവിലുണ്ട്. അപ്പൊ ഞാൻ അടുത്തൊരു ചോദ്യം, വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്, ഞാനത് മനസ്സിൽ കുറെ നാളായിട്ട് കൊണ്ടു നടക്കുന്നത്. നമ്മുടെ ഈ ആശുപത്രി മാലിന്യം അതൊരു വലിയൊരു പ്രശ്നമല്ലേ? അത് എല്ലാം നമ്മൾ ഈ കായലിലോട്ടും, ഇപ്പൊ നമ്മുടെ ജില്ലാശുപത്രിയിലെ ഒരു വലിയ പരാതി അതാണല്ലോ, അത് നമ്മുടെ രാഷ്ട്രപതി കായലിലോട്ടാണ് ഒഴുകി വിടുന്നത്. അതിന് ഇടപെടാനും അതിനൊരു ഫണ്ട് കണ്ടെത്തി എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കാൻ ശുചിത്വ മിഷൻ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ട്? അപ്പൊ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അത് പരിശോധിക്കേണ്ടത് തീർച്ചയായിട്ടും നഗരസഭ തന്നെയാണ്. നമ്മുടെ ഏത് ലോക്കൽ ബോഡിയുടെ കീഴിലുള്ള തദ്ദേശ സ്ഥാപനമാണ് ഈ ശുചിത്വ മാലിന്യ പരിപാലനം എല്ലാം നോക്കേണ്ടത്. അതിലിപ്പോ അവിടുന്ന് അങ്ങനെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. അപ്പൊ അത് സ്വാഭാവികമായിട്ട് എവിടെയാണെങ്കിലും അതെല്ലാം നമുക്ക് പരിശോധിക്കുന്നതിന് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിനൊരു പദ്ധതി സമർപ്പിച്ച് ഇത് അവിടെ തന്നെ ആ ഉടത്തിൽ തന്നെ ഒരു എന്താ പറയാ സംസ്കരിക്കാനായിട്ടുള്ള. അപ്പൊ അങ്ങനെ പദ്ധതി ഉണ്ട്. നമുക്ക് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റിനാണ് ഈ വർഷവും കഴിഞ്ഞ വർഷവും നമ്മൾ SBM സ്വച്ഛ് ഭാരത് മിഷനും ശുചിത്വ മിഷനും നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. കാരണം ദ്രവമാലിന്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ജലജന്യ രോഗങ്ങളാണ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതലുള്ളത്. മാനവ സമുദായത്തിന് അന്ത്യം കുറിക്കുന്ന സാധനം ഏറ്റവും കൂടുതൽ രോഗം പാർശ്വവാദികൾ വരുന്ന ജലജന്യ രോഗങ്ങളിൽ നിന്ന്.
അപ്പൊ ആ ജലജന്യ രോഗം എന്ന് പറയുന്നത് ഈ കോളിയുടെ സാന്നിധ്യവും ഈ പറയുന്ന വേസ്റ്റ് സൂക്ഷ്മജീവികളുടെ വലിയ വളർച്ച മനുഷ്യന്റെ ജീവിതത്തെ നിലനിർത്താൻ കഴിയാത്ത വിധത്തിൽ മാറുന്നു. മറ്റ് ജന്തുക്കളെ അത് ബാധിക്കും. അപ്പോഴാണ് ജന്തുജന്യ രോഗങ്ങൾ വരിക. ഈ വെള്ളമാണല്ലോ എല്ലാവരുടെയും ഒരുമിച്ചെത്തിക്കുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഇത്തരം സംവിധാനം ചെയ്യുന്നതിന് ഇപ്പൊ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് STP ലക്ഷങ്ങൾ വേണ്ട പ്രോജക്റ്റാണ്. അതിനെല്ലാമുള്ള ഫണ്ട് നമുക്ക് SBM നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും ആശുപത്രികൾക്ക്. അതെല്ലാം നഗരസഭ മുൻകൈ എടുത്താണ്. നഗരസഭ വഴിയാണ്, നമ്മൾ ഡയറക്റ്റ് കൊടുക്കല്ല. ഇപ്പൊ പ്രോജക്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളതാണ് ഈ അറവുശാല മാലിന്യം. അതും ഇവിടുത്തെ അഷ്ടമുടി കായലോട്ട് ഒഴുക്കി വിടുന്ന ഒരു പ്രശ്നമാണ്. അത് നേരത്തെ പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ലൈസൻസ് ഇല്ലാതെ നഗരസഭയുടെ അനുമതി ഇല്ലാതെ ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്യുക. നഗരസഭ ഇപ്പൊ അനുമതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ശാസ്ത്രീയമായി അതാണ് ശാസ്ത്രീയമായി പരിപാലിക്കാനുള്ള സംവിധാനം ഉള്ളവർക്ക് മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. അത് ഏതെങ്കിലും റെൻഡറിങ് പ്ലാന്റ് ഉണ്ട്. ഇപ്പൊ കോഴി വേസ്റ്റ് ഒക്കെ ചെയ്യുന്ന റെൻഡറിങ് പ്ലാന്റ് ഉണ്ട്, വിവിധ സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ ജില്ലയിൽ 2 ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പ്രവർത്തനത്തിലല്ല. മറ്റ് പ്രശ്നങ്ങളുണ്ടായി, സാമൂഹിക പ്രശ്നങ്ങളുണ്ടായിട്ട് അത് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, പെരുമ്പാവൂരും മറ്റു സ്ഥലങ്ങളിലൊക്കെ മലപ്പുറത്തും ഒക്കെ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ലാഭകരമായി അതിനെ നമ്മൾ ഫുഡാക്കി മാറ്റുന്നുണ്ട്. നമ്മുടെ കാലിത്തീറ്റയ്ക്കും മറ്റ് നമ്മുടെ വളർത്തു നായ്ക്കൾക്കുള്ള ആഹാരമൊക്കെ ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രോജക്റ്റുകൾ, യൂണിറ്റുകൾ നടക്കുന്നുണ്ട്. ക്രിമറ്റോറിയം അല്ലെ, ശ്മശാനം അല്ലെ, ആധുനീകരിക്കുന്നതിന് അങ്ങനെയൊക്കെ ഉള്ളതിന് ഒത്തിരി ഫണ്ടുകളും പദ്ധതികളും ഒക്കെ ഉണ്ടല്ലോ. അതിനെ കുറിച്ചും കൂടെ ഒന്ന്. അല്ല, അത്തരം പദ്ധതികളുണ്ട്. ഇപ്പൊ അറവുശാല, ശ്മശാനം തുടങ്ങിയ കാര്യങ്ങൾ ശുചിത്വ മിഷൻ നേരിട്ടല്ല. നമ്മൾ അത്തരം പദ്ധതി ശുചിത്വ മിഷൻ ഇപ്പം നമ്മൾ നേരിടുന്നത്, നമ്മൾ കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ ജൈവ മാലിന്യവും അജൈവ മാലിന്യത്തെയും ശാസ്ത്രീയമായി പരിപാലിക്കുന്നതിനും ഈ ദ്രവമാലിന്യ സംസ്കരണ സംവിധാനത്തിലുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റുകൾ അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്രമറ്റോറിയവും മറ്റും ചെയ്യുന്നത് നിലവിൽ. അല്ലെങ്കിൽ നമ്മുടെ അറവുശാലകൾ, നമ്മുടെ നഗരസഭകളുടെ എല്ലാം ഉള്ള ഫണ്ടുകളുണ്ട്, പദ്ധതി വിഹിതമുണ്ട്, ഡെവലപ്മെന്റ് ഫണ്ടുണ്ട്. ആ പ്ലാൻ ഫണ്ട് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുക. കേരളത്തിൽ കിഫ്ബി വഴി ഇത്തരം പദ്ധതികൾ കൊടുക്കാൻ വേണ്ടി എത്ര മെഗാ പ്രോജക്റ്റുകൾ, കോടിക്കണക്കിന് രൂപയുടെ ഏറ്റവും അത്യന്താധുനികമായ ശാസ്ത്രീയമായ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച മാതൃകകൾ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുന്ന പ്രവർത്തനങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാവുന്നു. അങ്ങനെ ഇപ്പൊ നമ്മള് പോളയത്തോടാണെങ്കിലും അതുപോലുള്ള സംവിധാനങ്ങളിലെല്ലാം നമ്മൾ അതിനെ ഗ്യാസും ഇലക്ട്രിഫിക്കേഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട് ചെയ്തു വരുന്ന ആധുനിക സംവിധാനങ്ങളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നമ്മുടെ ഈ സ്വച്ഛ് ഭാരതുമായിട്ട് ബന്ധപ്പെട്ട് നഗരത്തിനോടനുബന്ധിച്ച് കുറെ പദ്ധതികളുണ്ട്, ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട്. അതൊന്ന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ്. നമുക്ക് ഇപ്പോ ഗ്രാമത്തിലായാലും നഗരത്തിലായാലും സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ, സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ എന്ന തരത്തിലുള്ള പദ്ധതികളുണ്ട്. ശുചിത്വ കേരളവും അതുപോലെ തന്നെ സംസ്ഥാനാവിഷ്കൃത പദ്ധതിയായി കേരള സർക്കാരിന്റെയും പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ രണ്ടിലും ഏതാണ്ട് ചില വ്യത്യാസങ്ങൾ വലിയ. ഇപ്പോൾ നഗരത്തെ സംബന്ധിച്ച് കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബീച്ച് ക്ലീനിങ്ങിന് അല്ലെങ്കിൽ റോഡ് ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള വലിയ യന്ത്ര സാമഗ്രികൾ വാങ്ങുന്നതിന് ഒക്കെയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾക്കുള്ള സംവിധാനങ്ങളാണ് അവിടത്തേക്ക് വരുന്നത്. ഗ്രാമപ്രദേശത്താണെങ്കിൽ നമുക്ക് നഗരത്തിലും ഗ്രാമത്തിലും ഉള്ള കാര്യമാണ് ഞാൻ പറയുക. ഒന്ന് ടോയ്ലറ്റിന്റെ കാര്യത്തിൽ ODF ആണ് നമ്മൾ സമ്പൂർണ്ണമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ODF സസ്റ്റൈനബിലിറ്റി. പുതുതായി എവിടെയാണോ ആർക്കാണോ ടോയ്ലറ്റ് ഇല്ലാത്തത് അവർക്ക് ടോയ്ലറ്റ് കൊടുക്കാൻ പുതിയ വീടുകൾ, ഇപ്പൊ ലൈഫ് അടക്കമുള്ള ഗുണഭോക്താക്കൾ കൊടുക്കുന്ന വീടുകളോടൊപ്പം നമുക്ക് ടോയ്ലറ്റ് അക്കാര്യത്തിൽ അത് കൊടുത്ത് ഉറപ്പുവരുത്തുന്നുണ്ട്. എവിടെയെങ്കിലും ഇതിന്റെ സംവിധാനത്തിൽ ഇതിന്റെ ബയോഡൈജസ്റ്റർ പാർട്ടിന്, അതായത് ടാങ്കിനോ അത്തരം ആ ഒരു സംവിധാനം ഉണ്ടല്ലോ ശാസ്ത്രീയമായി സൂക്ഷിക്കുന്ന, അത് വന്നു കഴിഞ്ഞാൽ റെട്രോഫിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കമ്പണന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി സാനിറ്ററി കോംപ്ലക്സുകൾ, പൊതു ശൗചാലയങ്ങൾ എല്ലായിടത്തും ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് നഗരത്തിലുമുണ്ട്, നമ്മുടെ ഗ്രാമപ്രദേശത്തിലുണ്ട്. അതിൽ തന്നെ കേരളം ഏറ്റവും അച്ചീവ് ചെയ്ത ശ്രദ്ധേയമായ ഒരു പദ്ധതിയായിരുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 12ന്റെ പരിപാടിയിലെ ടേക്ക് എ ബ്രേക്ക്, വഴിയിടം എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ അത്തരം പദ്ധതിക്ക് പൈസയുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ പിന്നെ എടുത്തിട്ടുള്ളതാണ് ഈ പറഞ്ഞ ജൈവ മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് ബയോഗ്യാസ് പ്ലാന്റ് കൊടുക്കാം, അല്ലെങ്കിൽ ബയോ ബിന്നുകൾ കൊടുക്കാം. ഇത്തരം ഒരു പദ്ധതി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതോടെ കൂട്ടി നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തൊഴിലുറപ്പ് വഴിയും, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴിയും കമ്പോസ്റ്റ് പിറ്റും സോപ്പ് പിറ്റും നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും നമുക്ക് ഓരോരുത്തർ വ്യക്തികൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾക്ക് നമുക്ക് അല്ലാതെ തന്നെ കമ്പോസ്റ്റും മറ്റു ചെയ്യുന്നതിന് ആവശ്യമായ പദ്ധതി നമ്മുടെ ശുചിത്വ മിഷൻ നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
തുമ്പൂർ മൊഴിയൊക്കെ നമുക്ക് സ്കൂളിലും നമ്മുടെ തെരുവോരങ്ങളിലും ഒക്കെ കാണുന്നില്ലേ, പൊതു മാർക്കറ്റിലുമല്ല, അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അവർക്ക് തന്നെ നമുക്ക് ബയോഗ്യാസും കൊടുക്കുന്നതിന് ആവശ്യമായ കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്കുള്ളതാണ് ഹരിതകർമ്മസേന. ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു വലിയ വിഷയമാണ്. ആ ഹരിതകർമ്മസേന കാരണം ഒരുപാട് പറയാനുള്ളതാണ്, പക്ഷേങ്കിലും അത് നമുക്ക് പിന്നീട് ഒരിക്കലാവാം. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന സംഗതി ഇപ്പൊ ഒരു ട്രോളി, കാർട്ട്, മിനി MCF തൊട്ട് വാർഡ് തലത്തിൽ ഡിവിഷനിൽ തന്നെ അത് സൂക്ഷിച്ചു വെക്കുക. അത് അവിടെ നിന്നൊരു MCF-ലേക്ക് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിലേക്ക് കൊണ്ടുവരിക. അവിടെ വെച്ച് ഈ വരുന്ന സാധനങ്ങൾ അജൈവ മാലിന്യങ്ങളെല്ലാം സെഗ്രിഗേറ്റ് ചെയ്യും, തരംതിരിക്കും. വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിക്കിന്റെ ആ കട്ടി നോക്കി, ലോ ഡെൻസിറ്റി, ഹൈ ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞ വിവിധ തരങ്ങളുണ്ട്. അപ്പൊ അതിനെ അനുസരിച്ച് കുപ്പി, പെറ്റ് ബോട്ടിൽസ് എല്ലാം വേറെ മാറ്റി, മരുന്ന് സ്ട്രിപ്പ് വേറെ മാറ്റി, എങ്ങനെ ഇത് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് തരം തിരിച്ച് ഇത് നമ്മൾ വേറെ കമ്പനികൾക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുക്കാൻ സർക്കാരിന് തന്നെ അതിനൊരു കമ്പനി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്, CKCL, ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ്. ഇതെടുത്ത് നമുക്കത് ചെയ്യുകയും അത് റീയൂസ്, ഇപ്പോൾ ചെരുപ്പ് ബാഗൊക്കെ ആണെങ്കിൽ അത് മറ്റൊന്നും ചെയ്യാനാവില്ല, അത് നമുക്ക് സിമെന്റ് ഫാക്ടറികളിലേക്ക് നമുക്ക് അതിന്റെ ഫർണസിലേക്ക് അവിടുത്തെ ഇന്ധനമായിട്ട് മാറ്റുകയാണ് ചെയ്യുക. അപ്പൊ അത്തരം കാര്യങ്ങളിൽ അത് അപ്പോൾ അങ്ങനെ ദ്രവമാലിന്യത്തിനും ഖരമാലിന്യത്തിനും ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഇതിനൊരു കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ട്. കൃത്യമായി എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച് പറയുന്നതോടൊപ്പം തന്നെ അതിനാവശ്യമായ ഫണ്ടും നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുക എന്നുള്ള കർത്തവ്യത്തിലേക്കാണ് ഇപ്പോൾ ശുചിത്വ മിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയത്തിന്റെ ഒരു അപര്യാപ്തതയുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു സബ്ജക്റ്റ് ആണ്. എനിക്കൊന്ന് കുറെ ഏറെ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് പിന്നെ ഒരു അവസരത്തിലാവാം. എനിക്കൊന്ന് ഓരോ പ്രോജക്റ്റുകൾ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫാക്കൽറ്റി റിസോഴ്സ് പേഴ്സൺ ആണ്. അദ്ദേഹം ശുചിത്വ മിഷനിലെ ഫാക്കൽറ്റി റിസോഴ്സ് പേഴ്സൺ ആണ്. തൊടിയൂർ രാധാകൃഷ്ണൻ സാറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ റേഡിയോ മിനിറ്റ്സിന്റെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം. കുറേയേറെ കാര്യങ്ങൾ എനിക്കൊന്ന് ചർച്ച ചെയ്തു. എനിക്ക് നല്ലൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഒട്ടേറെ കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും നന്ദി, നമസ്കാരം. ഓക്കെ, ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചതിന്, ശുചിത്വ മിഷനെ കൂടുതൽ പരിചയപ്പെടുത്തിയതിന് റേഡിയോ മിനിറ്റ്സിനോടും ബോണിയോടും ഉള്ള പ്രത്യേക നന്ദി. ഓക്കെ, താങ്ക് യു.